ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മഞ്ജൂസ് മാത്സിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് 10th പ്രിലിംസിലെ ഫസ്റ്റ് സ്റ്റേജിൽ നടത്തിയ, അതായത് ഡിസംബർ 28 നടത്തിയ മാത്സിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ആദ്യത്തെ ചോദ്യം, സമചതുരാകൃതിയായ ഒരു തുണിയുടെ നീളം 1 മീറ്ററാണ്. ആ തുണിക്ക് 100 രൂപ വിലയുണ്ട്. എങ്കിൽ ആ തുണിയുടെ പകുതി നീളവും വീതിയുമുള്ള സമചതുരാകൃതിയായ പുതിയ തുണിയുടെ വില എത്രയാകുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? സമചതുരാകൃതിയായ ഒരു തുണിയുടെ നീളം 1 മീറ്ററാണെന്ന് തന്നിട്ടുണ്ട്. നീളം 1 മീറ്റർ. അപ്പോൾ സമചതുരാകൃതിയാണ് അല്ലേ? സമചതുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വശവും ഈക്വൽ ആയിരിക്കും അല്ലേ? അപ്പോൾ 1 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ 4 വശവും 1 മീറ്റർ തന്നെയായിരിക്കും. എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ആ തുണിക്ക് 100 രൂപയാണ് വില. ഇതിന് 100 രൂപ വിലയുണ്ട്. അങ്ങനെയെങ്കിൽ ആ തുണിയുടെ പകുതി നീളവും വീതിയുമുള്ള സമചതുരാകൃതിയായ പുതിയ തുണിയുടെ വില എത്രയാകുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇതൊരു വശം എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ പകുതി എന്ന് പറയുന്നത് അരയായിരിക്കും. അതായത് 1 മീറ്റർ എന്ന് പറയുന്നത് 1/2 മീറ്റർ ആവും. വീതിയും എന്തായിരിക്കും? പകുതി ആവുക എന്ന് പറയുകയെന്ന് വെച്ചെങ്കിൽ ഇങ്ങനെ ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനൊരു പോർഷൻ ആയിരിക്കും കിട്ടുന്നത്. ഇങ്ങനൊരു പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ 4 ഭാഗമാക്കിയതിൽ ഒന്നാണ് അല്ലേ? അര ഭാഗം വെച്ചിട്ട്, അതായത് 1/2 മീറ്റർ, അതായത് 1/2 മീറ്റർ നീളമുള്ള സമചതുരമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 4 വശവും 1/2 മീറ്റർ തന്നെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണ് മീൻ ചെയ്യുന്നത്? അങ്ങനെയുള്ള 4 പീസ് നമുക്ക് ഈ ഒരു സമചതുരത്തിൽ നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു തുണിക്ക് 100 ആണെങ്കിൽ ഇതിനെ 4 ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക? 25 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ആ ഒരു പീസ് തുണിയുടെ വില എന്ന് പറയുന്നത് 25 രൂപയായിരിക്കും. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് 2 ചിഹ്നങ്ങൾ പരസ്പരം മാറ്റിയാലാണ് 5 + 3 × 8 - 12 ഹരിക്കണം 4 = 3 എന്ന സമവാക്യം ശരിയാകുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഓരോന്നും ചെയ്ത് നോക്കാം. 5, ആദ്യത്തെ ഓപ്ഷനിൽ പ്ലസും മൈനസും ആണ് തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ പ്ലസും മൈനസും നമുക്കൊന്ന് പരസ്പരം മാറ്റി നോക്കാം. 5 പ്ലസിന് പകരം മൈനസ് ഇട്ട് കൊടുക്കുന്നു, 3 ഇട്ട് കൊടുക്കുന്നു. പിന്നെ × 8 മൈനസിന് പകരം നമ്മൾ പ്ലസ് ഇട്ട് കൊടുക്കുന്നു. +12 ഹരിക്കണം 4. നമുക്ക് 3 കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ആദ്യം ബോഡ് മാസ് എന്ന് പറയുന്ന റൂൾ വെച്ചിട്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മളെന്താണ്? ഡിവിഷനാണ് ചെയ്യേണ്ടത് അല്ലേ? 12 ഹരിക്കണം 4 എന്നാവും. അപ്പോൾ 5 - 3 × 8 +12 ഹരിക്കണം 4 എന്നുള്ളത് 3 ആയിട്ട് മാറും. നെക്സ്റ്റ് ബോഡ് മാസ് വെച്ചിട്ട് ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ 5 - 3 24 + 3 എന്ന് കിട്ടും. = 5 - 24 + 3 -24 + 3 എന്ന് പറയുന്നത് എത്രയായിരിക്കും? വലുതിൻ്റെ ചിഹ്നം മൈനസ് ആണ്, നമ്മൾ മൈനസ് ചെയ്യണം അല്ലേ? അപ്പോൾ 21 എന്ന് കിട്ടും. ഇത് രണ്ടും കൂടിയിട്ട് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് -16 എന്ന ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ 3 കിട്ടിയിട്ടില്ല. സോ നമുക്ക് ഈ ഒരു ഓപ്ഷൻ എ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഓപ്ഷൻ ബി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ആൻസർ 3 എന്ന് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ചെക്ക് ചെയ്യാം. ആദ്യം 5 ആണ്, +3 ആണ്, × 8 ആണ്, മൈനസും ഹരണമാണ് പരസ്പരം മാറ്റിയിരിക്കുന്നത് അല്ലേ? അപ്പോൾ നെക്സ്റ്റ് വരുന്നത് മൈനസാണ്. മൈനസിന് പകരം നമ്മൾ ഹരണം ഇട്ട് കൊടുത്തു. പിന്നെ 12 എഴുതി. പിന്നെ വരുന്നത് ഹരണത്തിന് പകരം മൈനസ് ഇട്ട് കൊടുത്തു, 4. ഇനി നമുക്കിത് കിട്ടുന്നുണ്ടോ നോക്കാം. ആദ്യം ബോഡ് മാസ് വെച്ചിട്ട് ഹരണമാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ 5 + 3 × 8 ഹരിക്കണം 12 - 4 എന്നാവും. അപ്പോൾ 8ഉം 12ഉം കൂടിയിട്ട് ഡിവൈഡ് ചെയ്ത് പോകുമ്പോൾ 2ൽ 4 തവണ 6 തവണ വീണ്ടും പോവല്ലേ? 2, 3. അപ്പോൾ 5 + ഈ 3 × 2 6 എന്നാവും, ഡിവൈഡഡ് ബൈ 3 - 4. ഈ 3 6ൽ 2 തവണ പോവും, = 5 + 2 - 4 എന്ന് കിട്ടും. 5ഉം 2ഉം 7 - 4, 7ൽ നിന്ന് 4 പോയി കഴിഞ്ഞാൽ 3 എന്ന ആൻസർ കിട്ടും. അപ്പോൾ 3 തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഇനി ഓപ്ഷൻ സിയും ഡിയും നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം, ആൻസർ കിട്ടൂല. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം.
രണ്ട് സംഖ്യകളുടെ ലസാഗു 60, ഉസാഗ 3. ഈ രണ്ട് സംഖ്യകളിൽ ഒരു സംഖ്യ 12 ആണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മോഡൽ ക്വസ്റ്റ്യനൊക്കെ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുള്ള തന്നെയാണ്. ഇവിടെ തന്നിരിക്കുന്നതാണ് രണ്ട് സംഖ്യകളുടെ ലസാഗു അഥവാ LCM എത്രയാണ്? 60. ഉസാഗ എന്ന് പറയുന്നത് HCF = 3 ആണ്. രണ്ട് സംഖ്യകളിൽ ഒരു സംഖ്യ തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സംഖ്യ നമ്മൾ A എന്നെടുത്തു, 12. നെക്സ്റ്റ് സംഖ്യ B, നമുക്ക് അറിയില്ല, B കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് LCM × HCF എന്ന് പറയുന്നത് ആ രണ്ട് സംഖ്യകളുടെ പ്രൊഡക്റ്റിന് ഈക്വൽ ആയിരിക്കും, അഥവാ ഗുണനഫലത്തിന് ഈക്വൽ ആയിരിക്കും. A × B പ്രൊഡക്റ്റ്. ഇനി നമ്മളിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. LCM എന്ന് പറയുന്നത് 60 ആണ്, HCF 3 ആണ്, = 12 × B ആണ്. ഇനി ബിയുടെ വില നമുക്ക് ഇന്ന് കാണാമല്ലോ. ബി എന്ന് പറയുന്നത് 60 × 3 / 12 ആണ്. ഈ 12 60-ൽ 5 തവണ ക്യാൻസൽ ചെയ്ത് പോവും. 5 × 3 15 എന്ന ആൻസർ കിട്ടും. ബിയുടെ വില 15 ആണ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. √15² + 12² - 2 × 15 × 12 ഇതിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ A² + B² - 2 × A × B എന്ന് പറയുന്ന ഫോമിലാണ് കിടക്കുന്നത്. അത് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവണം ഏതൊരു ഫോമിലാണ് കിടക്കുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതൊരു ഫോമിലാണ് തന്നിരിക്കുന്നത്? A² + B² - 2AB എന്ന് പറയുന്ന ഒരു ഫോമിലാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? A - B ഹോൾ ആണ് അല്ലേ? അപ്പോൾ എയുടെ വാല്യൂ ഇവിടെ 15 ആണ്, ബിയുടെ വാല്യൂ 12 ആണ് അല്ലേ? A - B ഹോൾ സ്ക്വയർ. ഓക്കെ, ഇതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? റൂട്ട് ആയതുകൊണ്ട് ഇനി സ്ക്വയർ, അതായത് സ്ക്വയർ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ ആ സ്ക്വയർ അങ്ങ് പോവുക അല്ലേ? അപ്പോൾ 15 - 12 = 15-ൽ നിന്നും 12 പോയി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുന്നത് 3 എന്നാണ്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ A ആണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ഈസി ആയിട്ടുള്ള ഒരു കാര്യം അതിൽ തന്നിട്ടുണ്ടാവും. ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ മനസ്സിലാക്കി ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ കിടക്കുന്ന ഫോം A - B ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഫോമായിരുന്നു. ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു മിശ്രിതത്തിൽ 4 ഭാഗം വെള്ളവും 5 ഭാഗം പാലുമാണ്. ഇതിൽ വെള്ളത്തിൻ്റെ അളവ് 80 ml ആയാൽ പാലിൻ്റെ അളവ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത്? ഒരു മിശ്രിതത്തിൽ 4 ഭാഗം വെള്ളവും 5 ഭാഗം പാലും, അതായത് വെള്ളം പാലും തമ്മിലുള്ള ഒരു മിശ്രിതം നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ടോട്ടൽ എത്ര ഭാഗമാണ്? 4 ഭാഗം വെള്ളം 5 ഭാഗം പാലാണ്. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 5 × 4 9 ഭാഗമാണ് ടോട്ടൽ. ആ 9 ഭാഗത്തിൽ 4 ഭാഗമാണ് വെള്ളം, വാട്ടർ, ആൻഡ് അതിൽ 5 ഭാഗമാണ് എന്ത്? പാല് അഥവാ മിൽക്ക് എന്നെടുത്തു. ഓക്കെ, ഇനി നമുക്ക് തന്നിരിക്കുന്നത് ഈ 4/9, അതായത് 9-ൽ 4 ഭാഗം എന്ന് പറയുന്നത് വെള്ളം അല്ലേ? വെള്ളം എന്ന് പറയുന്നത് 80 ml ആണെന്നും തന്നിട്ടുണ്ട്, അതിൻ്റെ അളവ് തന്നിട്ടുണ്ട്. നമുക്ക് കാണേണ്ടത് പാലിൻ്റെ അളവാണ് കാണേണ്ടത്. ഓക്കെ, പാലിൻ്റെ അളവ് 5/9 ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ 5/9ലേക്ക് മാറ്റിയാൽ മതി. അപ്പോൾ 4/9 എന്ന് പറയുന്നത് 80 ml ആണ്. അപ്പോൾ നമുക്ക് 1 എന്ന് പറയുന്നത് എത്രയായിരിക്കും? നേരിട്ട് ചെയ്യാൻ അറിയുന്നവർക്ക് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഒരു സൈഡ് നമ്മൾ 1 ആക്കുന്നു. ഓക്കെ, നമുക്ക് 5/9 മാറ്റണം. സോ ഈ ഒരു സൈഡ് നമ്മൾ 1ലേക്ക് മാറ്റുകയാണ് ആദ്യം തന്നെ. അപ്പോൾ 80 ഇത് അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്തായിട്ട് മാറും? 80 × 9/4 ആവും. ഇനി നമുക്ക് 5/9ലേക്ക് മാറ്റിക്കൂടെ? രണ്ട് സൈഡിലും 5/9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 5/9 ഭാഗം എന്ന് പറയുന്നത് 80 × 9/4 5/9 രണ്ട് സൈഡിലുമാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഈ 9ഉം ഈ 9ഉം ക്യാൻസൽ ചെയ്യുന്നു. 4 80-ൽ 20 തവണ പോകും, = 20 × 5 100 ml എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് പാലിൻ്റെ അളവെന്ന് പറയുന്നത് 100 ml ആണ് കിട്ടി. ഓപ്ഷൻ A ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഒരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്, അതിൽ നിന്നും 20 കുറച്ചാൽ എത്ര എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 20 കുറയ്ക്കണം. അതിന് മുൻപ് നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ്റെ വാല്യൂ എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യാം. 32 × 10 ഹരിക്കണം 10 - 2 ഇതൊക്കെ കൂടിയിട്ട് ഒരൊറ്റ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബോർഡ് മാസ് റൂൾ ഉപയോഗിച്ചിട്ട് ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റിനുള്ളിൽ ഉള്ളത് ആദ്യം നമ്മൾ ചെയ്യണം. അപ്പോൾ ബ്രാക്കറ്റിനുള്ളിൽ ഇതും കിടക്കുന്നുണ്ട്, ഇതും കിടക്കുന്നുണ്ട്. സോ നമുക്കത് രണ്ടും ആദ്യം തന്നെ ചെയ്യാം. 32 × 10
320 ഹരിക്കണം 10 മൈനസ് 2 8 അല്ലേ. അപ്പോൾ 320നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 32 40 എന്ന ആൻസർ കിട്ടും. ഇനി എന്താണ് അതിൽ നിന്നും കിട്ടിയതിൽ നിന്നും 20 മൈനസ് ചെയ്യണം. 40ൽ നിന്നും 20 മൈനസ് ചെയ്യുന്നു. ആൻസർ എന്ന് പറയുന്നത് 20 ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 6.4 സ്ക്വയർ മൈനസ് 3.6 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2.8 എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഫോമിലാണ് കിടക്കുന്നത് അല്ലേ. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നിങ്ങളത് ശ്രദ്ധിച്ചിരിക്കണം. ഏതെങ്കിലും ഒരു സമവാക്യത്തിന് ഈക്വലായിട്ടായിരിക്കും തന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് അതിലുണ്ടായിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ 6.4 സ്ക്വയർ മൈനസ് 3.6 സ്ക്വയർ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ അതേ ഫോമിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. എ എന്ന് പറയുന്നത് 6.4 ആണ്, ബി എന്ന് പറയുന്നത് 3.6 ആണ്. ഓക്കെ, ഇൻറ്റു എ മൈനസ് ബി എന്ന് പറയുന്നത് 6.4 മൈനസ് 3.6 ഓൾ ഡിവൈഡഡ് ബൈ 2.8 നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടും കൂടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ 6.4ഉം 3.6ഉം കൂടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ 10 എന്ന് കിട്ടും. ഓക്കെ, ഇൻറ്റു 6.4ൽ നിന്ന് 3.6 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 8.2 ഓൾ ഡിവൈഡഡ് ബൈ 2.8. ഈ 2.8ഉം 2.8ഉം കൂടിയിട്ട് ക്യാൻസൽ ചെയ്യും. നമുക്ക് കിട്ടുന്നത് 10 എന്നാണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 16.3 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമഭുജ ത്രികോണത്തിൻ്റെയും 12.1 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമചതുരത്തിൻ്റെയും ചുറ്റളവുകൾ തമ്മിലുള്ള വ്യത്യാസം എത്ര? അപ്പോൾ സമഭുജമുണ്ട്, സമചതുരമുണ്ട്. സമഭുജം ആയിട്ടുള്ള ത്രികോണം എന്ന് പറയുമ്പോൾ എന്താണ് മീൻ ചെയ്യുന്നത്? അതിൻ്റെ 3 വശവും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഒരു വശം 16.3, അപ്പോൾ ഈ വശവും 16.3 ആയിരിക്കും, ഈ വശവും 16.3 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ചുറ്റളവ് എത്രയായിരിക്കും? 3 തവണ ആഡ് ചെയ്താൽ മതി അല്ലേ. 3 ഇൻറ്റു 16.3 ആണ് അതിൻ്റെ ചുറ്റളവ്. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 9.18 ബാലൻസ് 1 4 48.9 എന്ന് ആ സമഭുജ ത്രികോണത്തിൻ്റെ ചുറ്റളവ് കിട്ടി. ഇനി സമചതുരം തന്നിട്ടുണ്ട്, 12.1 സെൻറ്റിമീറ്റർ വശമുള്ള സമചതുരം. അപ്പോൾ സമചതുരം എന്ന് പറയുമ്പോൾ 4 വശം ഈക്വൽ ആയിരിക്കും. ഒരു സൈഡ് 12.1 ആണെങ്കിൽ അതിൻ്റെ ചുറ്റളവ് എന്തായിരിക്കും? 4a ആയിരിക്കും. അതായത് ഒരു സൈഡ് a ആണെങ്കിൽ 4a ആയിരിക്കും ചുറ്റളവ്. അതുപോലെ തന്നെ ഇതിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 4 ഇൻറ്റു 12.1. ഇത് കാണുമ്പോൾ 4 8 4 പോയിൻ്റ് വരും. ഓക്കെ, ഇനി ഇത് തമ്മിലുള്ള വ്യത്യാസം കണ്ടാൽ മതി. 48.9 നിന്നും 48.4 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.5 ഓക്കെ, 0.5 സെൻറ്റിമീറ്റർ ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എൻ്റെ കയ്യിൽ 60 10 രൂപ നോട്ടുകളുണ്ട്. ആ നോട്ടുകളിലെ നമ്പർ ക്രമമായിട്ടാണ്. ആദ്യത്തെ നോട്ടിൻ്റെ നമ്പർ 75 ആണെങ്കിൽ അവസാന നോട്ടിൻ്റെ നമ്പർ ഏതായിരിക്കും? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, തെറ്റാനുള്ളൊരു സാധ്യതയുണ്ട്. 60 10 രൂപ നോട്ടുകൾ ഉണ്ടെന്ന് തന്നിട്ടുണ്ട്. ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത് 75 തന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ 60 അല്ല കൂട്ടേണ്ടത്. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ തെറ്റിപ്പോവും. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആകെ 60 രൂപ നോട്ടുണ്ട് അല്ലേ. ആകെ 60 10 രൂപ നോട്ടുകളുണ്ട്. എത്ര എണ്ണം ഉണ്ട്? 60 എണ്ണം ഉണ്ട്. അതിൽ ഒരെണ്ണമാണ് ഈ തന്നിരിക്കുന്നത്. ഇനി ബാക്കി എത്രയുണ്ട്? 59 എണ്ണമാണ് ഇനിയുള്ളത് അല്ലേ. അപ്പോൾ 59 ആണ് ആഡ് ചെയ്യേണ്ടത്. തെറ്റിയിട്ട് 60 എന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ തെറ്റും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ 59 ആണ് ആഡ് ചെയ്യേണ്ടത്. നമുക്കിത് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 4 3 ബാലൻസ് 1 6 7 7634 7634 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കുക. തെറ്റിയിട്ട് 60 എന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ തെറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിട്ടുപോയ പദസംഖ്യ ഏത്? 1 5 11 19 29 -55. ജസ്റ്റ് ഒന്ന് എടുത്ത് എഴുതാം. 11 19
29 ഡാഷ് 55. അപ്പോൾ ഇതിൻ്റെ റിലേഷൻ ഒന്ന് ചെക്ക് ചെയ്യാം. 1 5 ആവാനായിട്ട് 4 ഡിഫറൻസ്, 5 11 ആവാനായിട്ട് 6, 11 19 ആയത് 8 ആഡ് ചെയ്തപ്പോഴാണ്, 19 29 ആയത് 10 ആഡ് ചെയ്തപ്പോൾ. ഇപ്പോൾ ഇതെന്താണ്, ഒക്കെ 2 വെച്ചിട്ടാണ് ആഡ് ചെയ്യുന്നത് അല്ലേ? 4 2 6 2 8 2 10 ഒക്കെ 2 വെച്ചിട്ടാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് എന്തായിരിക്കും, 2 ആഡ് ചെയ്യുമ്പോൾ 10ൻ്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോൾ 12 എന്ന് കിട്ടും. അപ്പോൾ 29 + 12 എന്നുള്ളതായിരിക്കും നെക്സ്റ്റ് ടേം. 9 2 11, ബാലൻസ് 1 2 1 3 1 4, 41 ആണ് നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് 55 വരുന്നുണ്ടോ നോക്കാം. 12 കഴിഞ്ഞാൽ പിന്നത്തെ ഡിഫറൻസ് എന്താണ്, 14 ആണ് അല്ലേ? അപ്പോൾ 41ൻ്റെ കൂടെ 14 കൂട്ടുമ്പോൾ 55 കിട്ടുന്നുണ്ടോ നോക്കാം. 14, 4 1 5, 4 1 5, നമുക്ക് ആൻസർ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. ബാക്കിയുള്ള 10 ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ മാത്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയൊക്കെ ആയിരുന്നു ചോദിച്ചത്. അതുപോലെ മാത്സ് ചെയ്ത് പഠിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയായിരുന്നു ചോദിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയുള്ള 10 ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്